ഞാനിപ്പോൾ നിൽക്കുന്നത് അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിലെ മഹാക്ഷേത്രത്തിന് അകത്താണ്. മണിക്കൂറുകൾക്ക് മുൻപ് മാത്രം പ്രാണപ്രതിഷ്ഠ നടന്ന അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് കേരളത്തിലെ പ്രിയപ്പെട്ട മലയാളി പ്രേക്ഷകർക്ക് വേണ്ടി നമ്മളിപ്പോൾ എത്തിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് 12:29 എന്ന ധന്യമുഹൂർത്തത്തിൽ 84 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ആ ഒരു സമയത്താണ് പ്രധാനമന്ത്രി യജമാനനായി നിന്നുകൊണ്ട് മഹാക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടന്നത്. ഇന്നിപ്പോൾ ഈ ചടങ്ങ് അവസാനിച്ച് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ നമുക്ക് തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ അനുമതിയോടുകൂടി അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിക്കകത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിനകമാണ്. അതായത് പ്രധാന ശ്രീകോവിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ കൊണ്ടുപോകാം. അതായത് ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീകോവിൽ രാംലല്ല പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇവിടെയാണ്. അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ രാമജന്മഭൂമിയിലെ മഹാക്ഷേത്രത്തിന്റെ അകത്താണ്. ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട ശ്രീകോവിലിനുള്ളിലേക്ക് പോകുന്നത് ഈ വഴിയിലാണ്. ക്ഷേത്രം പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ദീപാലങ്കാര പ്രഭയിലാണ് ക്ഷേത്രം. കാരണം ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടന്നിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്ന് ഈ കൊത്തുപണികൾ നിറഞ്ഞിട്ടുള്ള തൂണുകൾ തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത്തരത്തിൽ ഏതാണ്ട് 392 തൂണുകൾ ഉള്ള ഒരു ക്ഷേത്രമാണ് അയോധ്യയിൽ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്ഷേത്രത്തിന്റെ ആദ്യത്തെ നിലയിലാണ്. 3 നിലകളുള്ള ക്ഷേത്രമാണ്. അതിൽ ആദ്യത്തെ നിലയിൽ മാത്രം 166 തൂണുകളാണുള്ളത്. ഓരോ തൂണിലും ഹൈന്ദവ ദേവന്മാരെ പ്രതിനിധീകരിക്കുന്ന കൊത്തുപണികൾ അല്ലെങ്കിൽ ശ്രീരാമ ഭഗവാന്റെ ഐതിഹാസികമായ ജീവിത യാത്ര വിവരിക്കുന്ന രീതിയിലുള്ള കൊത്തുപണികൾ നിറഞ്ഞ ഈ രീതിയിലുള്ള മനോഹരമായ തൂണുകൾ. അങ്ങനെ 392 തൂണ്. ആദ്യത്തെ നിലയിൽ 161, രണ്ടാമത്തെ നിലയിൽ 144, മൂന്നാമത്തെ നിലയിൽ 82. അങ്ങനെയാണ് 392 തൂണുകൾ ഉള്ളത്. നമുക്ക് ക്ഷേത്രത്തിന് അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കൂടുതലായി കാണിക്കാം. ഇത്തരത്തിൽ മനോഹരമായ രീതിയിൽ ക്ഷേത്രം അലങ്കരിച്ചിരിക്കുന്നു. അകത്തേക്ക് പോകുമ്പോൾ നമുക്ക് അങ്ങ് സ്വർണ്ണവാതിലുകൾ കാണാൻ സാധിക്കും. അതിനുള്ളിലാണ് ഭഗവാൻ ശ്രീരാമന്റെ പ്രധാന പ്രതിഷ്ഠയുള്ളത്. ആ സ്വർണ്ണവാതിൽ തുറന്ന് അകത്തേക്ക് ഗർഭഗൃഹം കാണാൻ സാധിക്കും. ഇന്നിപ്പോൾ പ്രതിഷ്ഠിതനായ രാംലല്ലയുടെ 5 വയസ്സ് പ്രായമുള്ള ബാലകരാമന്റെ പ്രതിഷ്ഠ കാണാൻ സാധിക്കും. ഇപ്പോൾ ആ വാതിൽ ചെറിയ തോതിൽ തുറക്കുമ്പോൾ അകത്ത് രാംലല്ലയുടെ ആ വിഗ്രഹം പ്രേക്ഷകർക്ക് കാണാം. ഇപ്പോൾ ഇതാ ഭഗവാന്റെ ആ കൃത്യമായ രൂപം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ ക്ഷേത്രത്തിൽ നിന്നുള്ള ആദ്യ ദൃശ്യം കേരളത്തിലെ പ്രേക്ഷകർക്ക് വേണ്ടി എത്തിക്കുവാൻ ജനം TV സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ പൂർത്തിയാകുന്നത്. ഇനിയും 2, 3 നിലകൾ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം, അതായത് ശ്രീകോവിൽ, അതോടൊപ്പം തന്നെ ഉപദേവതാ ക്ഷേത്രങ്ങൾ, ദിക്പാലകർ അടങ്ങുന്ന പ്രദക്ഷിണ വീതി അടങ്ങുന്ന ക്ഷേത്രം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഇതിന്റെ മുകളിലത്തെ നില, രണ്ടാമത്തെ നിലയിൽ വരാൻ പോകുന്നത് രാം ദർബാറാണ്. രാം ദർബാർ എന്ന് പറയുമ്പോൾ ഭഗവാൻ ശ്രീരാമൻ, സീതാദേവി, ലക്ഷ്മൺ, ഹനുമാൻ സ്വാമി അടങ്ങുന്ന 4 പേരും ഒരുമിച്ചിരിക്കുന്ന പ്രതിഷ്ഠയാണ്. ഭാരതത്തിൽ വീടുകളിൽ ഉൾപ്പെടെ രാം ദർബാർ ഉണ്ട്. പ്രധാന പൂജാ കേന്ദ്രങ്ങളിലെല്ലാം, പൂജാമുറികളിൽ ഉൾപ്പെടെ രാം ദർബാർ ഉത്തര ഭാരതത്തിൽ പൊതുവെ കാണാറുണ്ട്. അത്തരത്തിൽ വിശാലമായ രാം ദർബാർ ക്ഷേത്രത്തിന്റെ രണ്ടാമത്തെ നിലയിലുണ്ടാകും. മൂന്നാമത്തെ നിലയിൽ വരുന്നത് ശിഖിരം, പ്രധാനമായും ശിഖിരം, അതോടൊപ്പം തന്നെ കൊടി തുടങ്ങിയവയാണ് 3ാം നിലയിൽ വരുന്നത്. എന്തായാലും ലോകത്തിലെ തന്നെ 3ാമത്തെ ഏറ്റവും വലിയ ഹൈന്ദവ ക്ഷേത്രമാണ് അയോധ്യയിൽ ഉയർന്നു നിൽക്കുന്നത് എന്നതുകൂടി ഇതിന്റെ ഒരു സവിശേഷതയാണ്.